നിങ്ങൾ എന്തുകൊണ്ടാണ് തടിക്കുന്നത് അറിയോ? പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കാമെന്ന്. ഫാറ്റ് പ്രോട്ടീൻ, കീറ്റോ, കാർണിവൽ അന്ന് ഭക്ഷണ രീതി എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ തടിക്കാത്തതെന്നും കാബ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തടിക്കുന്നതെന്ന് അറിയോ? കാബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനർജി തരുക മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഫംഗ്ഷൻ ഇല്ല കാബ്സിന്. നിങ്ങൾക്ക് എനർജി വേണമെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ എടുത്താലും ഫാറ്റ് എടുത്താലും എനർജി കിട്ടും. കാബ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനർജി തരിക, ബാക്കി വരുന്നത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുക, അല്ലാതെ വേറൊരു ഫംഗ്ഷൻ നിങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ നോക്കി ഗ്ലൂക്കോസ് വേണ്ടേ, ഗ്ലൈക്കോജൻ വേണം, ഗ്ലൂക്കോസ് വേണം. നിങ്ങൾ അത് എടുത്താലും എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബോഡിക്ക് വേണ്ട ഗ്ലൂക്കോസ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യുന്ന കേസിന് നിങ്ങൾക്ക് എസെൻഷ്യലാണ്. അത് നിങ്ങൾ പുറത്തുനിന്ന് എടുത്തേ പറ്റൂ. അത് എസെൻഷ്യൽ പ്രോട്ടീനാണ്, കാരണം ബോഡി ഉൽപ്പാദിപ്പിക്കില്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുക്കണം. ഫാറ്റ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫാറ്റ് അത് എസെൻഷ്യലാണ്, നമ്മൾ പുറത്തുനിന്ന് എടുത്തേ പറ്റൂ, ആ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുപോലെ കാബ്സ് എസെൻഷ്യൽ അല്ല, നിങ്ങൾക്ക് വേണ്ട സാധനം ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടത് ഫാറ്റ് ആൻഡ് പ്രോട്ടീനെ കൊണ്ടാണ്. ഈച്ച് ആൻഡ് എവറി സെൽ മെയ്ഡ് ബൈ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിൽ 62% വെള്ളമാണ്, 16% ഫാറ്റും 16% പ്രോട്ടീനുമാണ്. 1% കാബ്സിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഈ 1% കാബ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മല പോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്യുക? നിങ്ങൾ കാബ്സ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കാബ്സ് നേരെ കൊണ്ടിട്ട് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, നിങ്ങൾക്ക് അടുത്ത എനർജി ഇമ്മീഡിയറ്റ് ആയിട്ട് എനർജി തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നിങ്ങൾ തടിക്കുന്നത്. നിങ്ങളുടെ ഹെയർ, നെയില്, സ്കിന്ന്, ഈച്ച് ആൻഡ് എവറി സെൽസ് മെയ്ഡ് ബൈ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, ഒരു ദിവസം 330 ബില്യൺ കണക്കിന് പുതിയ സെൽസാണ് ഉണ്ടാക്കുന്നത് ബോഡി. ഒരു സെക്കൻഡിൽ 3.8 ലക്ഷം കണക്കിന് പുതിയ സെല്ലാണ്. അതിനൊക്കെ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ വേണം. നമ്മൾ എടുക്കുന്ന ഫാറ്റും പ്രോട്ടീനും വേറെ ഒത്തിരി ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തടിക്കാത്തത്. കാരണം നമ്മുടെ ബോഡിക്ക് വേറെ ഒരുപാട് യൂസേജ് ഉണ്ട് നിങ്ങൾ എടുക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാബ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻസുലിൻ സ്പൈക്ക് ചെയ്യും. വളരെയധികം കൂടുതലാണ് കാബ്സിലടങ്ങിയ ഇൻസുലിൻ സ്പൈക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഫാറ്റും പ്രോട്ടീനും എടുക്കുന്ന സമയത്ത് ഇൻസുലിൻ സ്പൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റ് കൺവേർഷൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നിങ്ങളുടെ ബോഡിയിലേക്ക് വരുന്നുള്ളൂ. വേറൊരു പോയിന്റ് എന്താ പറയുക, നിങ്ങൾ ഫാറ്റ് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ തടിക്കാത്തതന്നെ. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചോ, നിങ്ങൾക്ക് വിശക്കില്ല, നിങ്ങളുടെ ഹോർമോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശക്കുന്നില്ല, സ്റ്റോപ്പ് മതി എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, ലെപ്റ്റിനൽ ഗ്രമിനിൽ എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വിശക്കില്ല, വൈകുന്നേരം നിങ്ങൾക്ക് ബോഡിക്ക് എപ്പോഴാണ് വിശക്കുന്നത് അപ്പോൾ നമ്മളോട് പറയും നമുക്ക് വിശക്കുന്നുണ്ട്, ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ മതി. നിങ്ങൾ കാബ്സ് എടുക്കുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 10 മണിക്ക് ഭക്ഷണം കഴിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് 11 മണി 12 മണി ആകുമ്പോൾ നിങ്ങൾക്ക് ക്രേവിങ്സ് തുടങ്ങി, നിങ്ങൾക്ക് വിശക്കാൻ തോന്നും. കാരണം നിങ്ങളുടെ ഹോർമോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ സിഗ്നൽ പോണ ഹോർമോൺ കട്ട് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ പ്രോപ്പറായിട്ട് സിഗ്നൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്രേവിങ്സ് അല്ലെങ്കിൽ എപ്പോഴും വിശപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊരു മെയിൻ റീസണാണ് നിങ്ങളുടെ തടി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫാറ്റ് പ്രോട്ടീൻ ആവുന്ന സമയത്ത് നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഹോർമോൺ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ബോഡി പറയുന്നുള്ളൂ എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണമെന്ന്. നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കലോറി ബേസ്ഡ് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? മാക്സിമം കാബ്സ് കുറയ്ക്കും, ഫാറ്റ് കുറയ്ക്കും, പ്രോട്ടീൻ കൂട്ടിയിട്ടാണ് എടുക്കുക. ഫാറ്റ് പ്രോട്ടീൻ ഡയറ്റിലാണ് എന്ത് ചെയ്യുക? കാബ്സ് ഉണ്ടാവില്ല, കാബ്സ് വളരെ തുച്ഛമായ അളവില്ല. അപ്പം മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നിങ്ങൾ കാബ്സാണ്. മാക്സിമം നിങ്ങൾ ഫുഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കാബ്സ് കുറയ്ക്കുക. നിങ്ങൾ കലോറി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ കാബ്സ് മാക്സിമം കുറയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് നോക്ക്, നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമുള്ള ഒരു ചേഞ്ചാണ്. മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന കാബ്സാണ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. എന്തിനാ പലപ്പോഴും ഞാൻ വേറെ ഒരുപാട് ഡോക്ടേഴ്സിന് വീഡിയോ കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ. നമ്മളെ പോലത്തെ ട്രെയിനർമാരോ ന്യൂട്രീഷനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും നല്ല കറി എന്താണ്? ഏറ്റവും നല്ല കറി എന്ന് പറഞ്ഞാൽ ആ കറി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ചോറുണ്ണുക, ഏറ്റവും കൂടുതൽ പൊറോട്ട കഴിക്കുക, ഏറ്റവും കൂടുതൽ പുട്ട് കഴിക്കുക. ഇതാണ് ഏറ്റവും നല്ല കറി. ആ സമയം ആ പൊറോട്ടയും ഈ ചോറും ഇതെല്ലാം മാറ്റി അവന് ഫുൾ പ്ലേറ്റ് ബീഫ് 3 നേരം എടുത്ത്, അല്ലെ ചിക്കൻ 3 നേരം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെടുത്ത് നമ്മൾ ഭയങ്കര ടേസ്റ്റിന് കഴിക്കും. അത് ചിക്കന് വേണ്ടിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ മേലെ ഒരു മുരുന്ന സാധനമുണ്ട്, അതിൽ കോൺഫ്ലോർ ഉണ്ട്, അത് ഹൈ കാബ്സ് ആണ്. അതാണ് ടേസ്റ്റ്. നൗ യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ കഴിച്ചാലാണ് വണ്ണം വെക്കുക എന്നുള്ളത്. നോൺ വെജിറ്റേറിയൻ്റെ ഒപ്പം കഴിക്കുന്ന സാധനമാണ് വണ്ണം വെപ്പിക്കുന്നത്. പ്യോർ മീറ്റ് ആയിട്ട് ആർക്കും കൊടുത്താൽ ആരും കഴിക്കാൻ കഴിക്കില്ല. എത്ര നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 നേരം കഴിക്കും, 2 നേരം പിന്നെ സാധനം കഴിക്കില്ല. സോ ആ കോൺസെപ്റ്റ്, ആ ഡയറ്റിന്റെ ഒരു വലിയൊരു കോൺസെപ്റ്റ്, നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ വണ്ണം വെക്കും. നോ, അങ്ങനെയല്ല. അത് നോൺ വെജിറ്റേറിയൻ അല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം മറ്റേതാണ്. നമ്മൾ ബിരിയാണി, ഫുൾ ബിരിയാണി തിന്നും, പൊറോട്ട തിന്നും, പിന്നെ അതിൻ്റെ ഒപ്പം അപ്പം ചോറ് കഴിക്കും. ഇതിൻ്റെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിന് ഏറ്റവും എളുപ്പത്തിന് പറഞ്ഞാൽ മൃഗങ്ങളെ നോക്കുക. സിംഹം, പുലി, ചെന്നായി, ഇതൊക്കെ വണ്ണം കുറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവർ കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഫാറ്റ് കഴിക്കുക, അവർ അല്ലെങ്കിൽ പ്രോട്ടീൻ മൃഗത്തിൽ നിന്നല്ല കിട്ടുന്നത്.
ഇത് രണ്ടും ശരീരത്തിൽ, അതായത് നമ്മളും ഈ മൃഗങ്ങളും തമ്മിൽ ഫിസിയോളജിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ഹോർമോൺസും സെയിം കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരിത് കഴിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ വളരെ കുറച്ച് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മുഴുവൻ ശരീരത്തിലേക്ക് ഈ ഫാറ്റ് ആയാലും ഇതെല്ലാം ഉപയോഗിച്ച് തീർക്കുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ദാറ്റ്സ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. നമ്മുടെ ശരീരത്തിൽ വണ്ണം വെക്കണമെങ്കിൽ നമ്മുടെ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കണം. ഇൻസുലിൻ ലെവൽ കൂടുതലായാലേ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് ഭക്ഷണം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണ്? അന്നജം അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ നാട്ടിൽ ചോറ്. ഈ ചോറിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ്റെ ലെവൽ കൂടുതൽ വേണം. അപ്പം നമ്മുടെ, അതായത് എന്ത് ഭക്ഷണത്തിനും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹൈപ്പർ ഇൻസുലിനിമി വേണം. ഈ ഇൻസുലിനെ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലാണ്. ഫാറ്റ് കഴിച്ചാലോ പ്രോട്ടീൻ കഴിച്ചാലോ അത്രയും ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കൂടില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആവും. അപ്പം വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് വണ്ണം കുറയുന്നത്, വെജിറ്റേറിയൻ കഴിച്ചാൽ വണ്ണം കൂടിയുള്ളൂ. ആണോ? കഴിച്ചാൽ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ.